താമസിക്കുന്ന 2 നില വീട്ടിലെ കിടപ്പുമുറി ഒഴിച്ച് മറ്റിടങ്ങളെല്ലാം കൂൺ കൃഷിക്കായി മാറ്റിവെച്ചൊരു വീട്ടമ്മയുണ്ട് കാസർഗോഡ്. വെറുതെ സമയം പോക്കാനാണ് എന്ന് ആരും കരുതേണ്ടതില്ല. സ്വയം തൊഴിൽ എന്ന രീതിയിൽ ശാസ്ത്രീയമായി നടത്തുന്ന കൃഷിയിലൂടെ മംഗം സ്വദേശി ഷീബയ്ക്ക് ദിവസേന 4000-ലധികം രൂപയാണ് വരുമാനം. എല്ലാ സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നടക്കാൻ തന്നെ ഇങ്ങനെ സ്ഥലമില്ല. വളരെ കുറച്ച് സ്ഥലത്തിൽ ഒതുക്കിയിട്ട് ബാക്കി സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ കൂണിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കൂൺ പുര എന്നാണ് കൂണ് ഉണ്ടാക്കുന്നത്. ഇതിന് വീടിനല്ല, അതിൻ്റെ ഫാമിന് നമ്മൾ പറഞ്ഞാൽ കൂൺ പുര എന്നാണ്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞങ്ങൾ കൂൺ പുര ഇപ്പോൾ ഇത് പേര തന്നെ കൂൺ പുരയായി മാറിയിരിക്കുകയാണ്. വെറുതെ പറയുന്നതല്ല, ഈ വീട്ടിൽ നടക്കാൻ പോലും സ്ഥലമില്ല. സർവത്ര കൂൺമയമാണ്. സാമ്പത്തിക പ്രതിസന്ധി കുടുംബത്തിന്റെ താളം തെറ്റിച്ചപ്പോഴാണ് ഈ വീട്ടമ്മ വരുമാനത്തിനായുള്ള സ്വയം തൊഴിലിനെ കുറിച്ച് ചിന്തിച്ചത്. ഒരാളെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ജീവിക്കണം എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തിൽ അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിൽ ഒരു ചെറിയൊരു വീഡിയോ കണ്ടു. എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന തൊഴിൽ എന്തെന്നും അങ്ങനെ നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ കൂൺ കൃഷി അതിൻ്റെ ഒരു വില ഇങ്ങനെയൊക്കെ കണ്ടു. അപ്പം അന്ന് കിലോയ്ക്ക് 400 രൂപയാണ്. അപ്പോൾ 1 കിലോ വിറ്റാലും നമ്മുടെ ചിലവുകൾ കഴിഞ്ഞു പോകുമല്ലോ. അങ്ങനെ ഒരു സംഭവത്തിലാണ് ഞാനതിനെ ഈ കൂൺ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയത് തന്നെ. വൈക്കോലിൽ നിന്ന് കൂൺ ഉൽപാദനം സംഗതി വെറൈറ്റി, എന്നാൽ അതിസൂക്ഷ്മമായ പരിപാലനം ആവശ്യമാണ്. വൈക്കോലിലാണ് ശരിക്കുന്നത്. വൈക്കോലിനെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കും. മുറുക്കിയിട്ട് 12 മണിക്കൂർ വെള്ളത്തിലിടും. 12 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം ഈ സംഭവത്തിന് ആ വെള്ളമെല്ലാം ഒഴിവാക്കി കളയും. പിറ്റേത് 12 മണിക്കൂറിന് ശേഷം അതിനുശേഷം അതിനെ വെയിലത്തിട്ടിട്ട് 80% ഉണക്കും. കയ്യിൽ ചെറിയൊരു ഈർപ്പം നിലനിർത്തുക മാത്രം, തൊട്ട് നോക്കിയാൽ. അങ്ങനെയാണ് ഇതിനെ നമ്മൾ വെട്ടി ചെയ്യുന്നത്. കൊൽക്കത്തയിലെ ജോലി ഉപേക്ഷിച്ച് മകൻ വിഷ്ണു കൂടി മുഴുവൻ സമയം കർഷകനായി. ഇതോടെ കൂൺ കൃഷിയെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്താനുള്ള ഒരുക്കത്തിലാണ് ഈ കുടുംബം. നാല് ചുവരുകൾക്കുള്ളിൽ ഉയർന്ന ആശയമാണെങ്കിലും കാസർകോട്ടെ മലയോര മേഖലയിലെ വിപണിയിൽ ഇവരുടെ കൂൺ ഒരു ബ്രാൻഡാണ്. ഒപ്പം സ്വയം വരുമാനത്തിനായി അലയുന്നവർക്ക് മുന്നിൽ മികച്ച മാതൃകയും. കാസർഗോഡ്. കൃഷിയിലൊരു വിജയഗാഥ രചിക്കുന്ന ഷീബയ്ക്ക് അഭിനന്ദനവുമായി ഒരുപാട് പേർ കമൻറ്റ് ബോക്സിലും എത്തുന്നുണ്ട്. ജനാർദ്ദനൻ നായർ എന്ന് പറയുന്ന പ്രേക്ഷകൻ ആ വീട്ടമ്മയ്ക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നു. അതുപോലെ ശ്രീജ എന്ന് പറയുന്ന പ്രേക്ഷകർ പറയുന്നു, ഒരുപാട് നെഗറ്റീവ് സ്വഭാവത്തിലുള്ള വാർത്തകൾക്കൊക്കെ ഇടയിൽ ഇത്തരത്തിൽ സന്തോഷം നൽകുന്ന, പ്രചോദനം നൽകുന്ന വാർത്തകൾ സന്തോഷം തരുന്നു എന്ന് പറയുന്നു ശ്രീജ. തീർച്ചയായും അതുതന്നെയാണ് നമ്മുടെയും ഈ സെഗ്മെൻറ്റ് ഉൾപ്പെടുത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെയും ലക്ഷ്യം അതുതന്നെയാണ്. പല തരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള വാർത്തകളൊക്കെ നമുക്ക് മുമ്പിലേക്ക് എത്തും. അത് നമ്മളെ ചിലപ്പോൾ ഒരുപാട് വേദനിപ്പിക്കുന്ന വാർത്തകളായിരിക്കും, അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തകളായിരിക്കും. അതിനൊക്കെ ഇടയിൽ ഇങ്ങനെ സന്തോഷം നൽകുന്ന വാർത്തകളും ഈ പരിപാടിയിൽ ഇടം പിടിക്കണം എന്നുള്ളത് കൊണ്ടാണ് അതൊരു പ്രത്യേക സെഗ്മെൻറ്റായി തന്നെ നമ്മൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നത്. അതൊരുപാട് പേർക്ക് പ്രചോദനമാകുന്നുമുണ്ട്. നിങ്ങളുടെയൊക്കെ പരിചയത്തിൽ ഇത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ, ഇങ്ങനെ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഞങ്ങളെ അറിയിക്കുകയും ചെയ്യാം. കമൻറ്റ് ബോക്സിൽ അതിൻ്റെ വിവരങ്ങൾ അറിയിക്കാം. അതുപോലെ തത്സമയം പ്രതികരിക്കാനുള്ള നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വിവരങ്ങൾ അറിയിക്കാം. നമുക്കത് വാർത്തയാക്കി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.